ഹായ്, ഞാൻ ഷരീഫ് പാലക്കാട്. സിറ്റി പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പാലക്കാട് കൊപ്പം ജംഗ്ഷനിൽ നിന്നും രാമനാഥപുരം മെയിൻ റോഡിലാണ് ഉള്ളത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി പുതിയ വീടിനെ കുറിച്ചാണ്. 4.5 സെന്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റുമുള്ള 3 ബെഡ്റൂമുള്ള ഒരു കിടിലൻ വീടിനെ കുറിച്ചാണ്. ആ വീട് ഇവിടെ നിന്നും 400 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ആ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ അങ്ങോട്ട് പോവാം. പാലക്കാട് രാമനാഥപുരം കല്ലേപ്പള്ളിക്ക് പോകുന്ന ബസ് റൂട്ടാണ് ഈ കാണുന്നത്. ഈ മെയിൻ റൂട്ടിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പാലക്കാട് രാമനാഥപുരം മെയിൻ റോഡിൽ നിന്നും വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ആ പുതിയ വീട് ഇതാണ്. ഈ വീടിന്റെ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ആ മതിൽ വരെയുമാണ് ഇതിന്റെ റോഡ് ഫ്രണ്ടേജ്. തരക്കേടില്ലാത്ത നല്ല റോഡ് ഫ്രണ്ടേജ് ആണ് ഉള്ളത്. ഈ വീടിന് 2 ഗേറ്റാണ് ഉള്ളത്. ഒന്ന് ചെറിയ ഗേറ്റും അതുപോലെ തന്നെ കാറ് കയറുന്ന പാകത്തിനുള്ള വലിയ ഗേറ്റുമാണ് ഉള്ളത്. വീടിനകത്ത് കയറിയതും ഒരു വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ആണ് വരുന്നത്. 2 കാറുകൾ നിർത്താൻ പാകത്തിനുള്ള സ്ഥല സൗകര്യമുണ്ട്. ആദ്യം ഈ വീടിന്റെ പുറം കാഴ്ചകൾ കാണാം. ഈ വീടിന്റെ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പറ്റാത്ത ബോർവെൽ കണക്ഷനുമുണ്ട്. അതുപോലെ തന്നെ മലമ്പുഴ കണക്ഷനുമുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് വയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഈ വീട് ഈസ്റ്റ് ഫേസിങ്ങിലാണ് ഉള്ളത്. വീടിനകത്ത് കയറിയതും ഒരു വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് ഉള്ളത്. ഈ വീടിന്റെ ഉൾക്കാഴ്ചകൾ കാണാം. മെയിൻ ഡോറെല്ലാം ടീക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്ത് കയറിയതും ഒരു വിശാലമായ ഒരു ഹാളാണ്. പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഹാളിനോട് ചേർന്ന് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നത്. വലിയ ബെഡ്റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഹാളിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസ്. നല്ലൊരു വാഷ് ബേസിംഗ് ഉണ്ട്. സാധനം സ്റ്റോർ ചെയ്യാനുള്ള വാൾഡ്രോപ്പ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഹാളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചൺ കബോർഡ് വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് ഒരു വർക്ക് ഏരിയ. ഹാളിൽ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്.
മുകളിൽ കയറിയതും ഒരു ലാൻഡിംഗ് സ്പേസ് ആണ് വരുന്നത്. മുകളിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 3 ബെഡ്റൂമാണ് ഉള്ളത്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. വലിയ ബെഡ്റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. എല്ലാ ബാത്റൂമിലും ഹീറ്റർ വയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബെഡ്റൂമിൽ നിന്നും ഓപ്പൺ ടെറസിലേക്കാണ് പോകുന്നത്. ചുറ്റുപാടും ധാരാളം വീടുകളുള്ള സ്ഥലം തന്നെയാണ്. ഓപ്പൺ ടെറസിലേക്കാണ് പോകുന്നത്. ചുറ്റുപാടും ധാരാളം വീടുകളുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്ഥലമാണ്. ഇവിടെ നിന്നും ടൗണിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പാലക്കാട് ഹൃദയഭാഗത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും നടക്കാവുന്ന ദൂരത്തിലാണ് സൂപ്പർ മാർക്കറ്റുകൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, കോളേജുകൾ എല്ലാം ഉള്ളത്. ഇവിടെ നിന്നും ലയൺസ് സ്കൂൾ വളരെ അടുത്താണ് ഉള്ളത്. ഇവിടെ നിന്നും വിക്ടോറിയ കോളേജ് 1/2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുപോലെ തന്നെ അമ്പലങ്ങൾ, പള്ളി, ചർച്ച് എല്ലാം ഈ വീടിൻ്റെ ചുറ്റുവട്ടം തന്നെ ഉണ്ട്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുപോലെ തന്നെ പാലക്കാട് കാലിക്കറ്റ് ബൈപ്പാസ് റോഡിൽ നിന്നും നടക്കാവുന്ന ദൂരം മാത്രമേ ഈ വീട്ടിലേക്ക് ഉള്ളൂ. രാമനാഥപുരം ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. 4 സെന്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റുമുള്ള 3 ബെഡ്റൂമുള്ള ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന വില 65 ലക്ഷം രൂപയാണ് പറയുന്നത്. ചെറിയ തോതിലുള്ള നെഗോഷ്യബിൾ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വിവരം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇതുപോലെയുള്ള വീടോ സ്ഥലമോ നിങ്ങൾക്കും വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അടുത്ത പുതിയ കിടിലൻ വീഡിയോയുമായിട്ട് വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.